ഏ ഇയാളെന്താ 4 സൈഡ് നോക്കുന്നേ? ഇനി ഭാര്യ വരാനുണ്ടോ? നാല് സൈഡ് നോക്കണേ. ആരുടെ മുഖത്തേക്ക് ടോർച്ചടിക്കുന്നേ? സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും സമ്മതിക്കൂല. ഞാൻ എന്നിട്ട് മാറിത്തരാം, നിങ്ങൾ പൊക്കോളൂ. ഞം ഞം ഞം. ചേടാ, ഇവന്മാരെ കൊണ്ട് തോറ്റല്ലോ. രാവിലെ ഒരു സമാധാനം തരില്ല, രാത്രിയും ഒരു സമാധാനം തരില്ല. ഇവളുമായിട്ടൊന്ന് ഡേറ്റിങ്ങിന് ഇറങ്ങിയതാ, അപ്പോൾ തന്നെ ലേറ്റ് അടിച്ച് വീണ്ടും ഇവന്മാര്. അങ്ങനെ ഇപ്പോൾ എളുപ്പമുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ. എല്ലാവരും ഉറങ്ങിയ സമയത്ത് നമുക്കൊരു യാത്ര പോയാലോ? അതും രാത്രി കുറേ മൃഗങ്ങളൊക്കെ അടുത്ത് കാണാൻ സാധ്യതയുള്ള ഒരു ഫോറസ്റ്റിലൂടെ. ഒന്നല്ല, 2 ഫോറസ്റ്റിലൂടെ, അതും നമ്മുടെ സ്വന്തം KSRTC. ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഞാനിപ്പോൾ ഉള്ളത് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ എൻട്രി പോയിന്റിലാണ്. ഇപ്പോൾ ഏകദേശം 1 മണിയായി. ഈ ഒരു സമയത്ത് മറ്റു വാഹനങ്ങൾക്കൊന്നും ഈ ഒരു ഫോറസ്റ്റിലോട്ട് പ്രവേശനമില്ല. കേരള RTCയുടെ 2 or 3 ബസ്സിന് മാത്രമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു ഫോറസ്റ്റിലേക്ക് പ്രവേശനമുള്ളൂ. നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫോറസ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന നിലമ്പൂർ KSRTC ഡിപ്പോ നിന്നാണ്. ഈ ഒരു ബസ്സിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഈ ഒരു ബസ് കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ നിലമ്പൂർ, വൈക്കടവ്, ഗൂഡല്ലൂർ, മൈസൂർ വഴി നേരെ ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സാണ്. ഈ ഒരു ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ KSRTCയുടെ ഓൺലൈൻ വെബ്സൈറ്റ് ആയിട്ടുള്ള എൻ്റെ KSRTC എന്നോ അല്ലെങ്കിൽ കേരള RTC വെബ്സൈറ്റിൽ നിന്നോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 11 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ ബസ് 12 മണിക്കാണ് നിലമ്പൂർ KSRTC ഡിപ്പോയിലെത്തിയത്. അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫ്രണ്ട് സീറ്റ് തന്നെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്രണ്ട് സീറ്റിൽ നിന്ന് നമുക്ക് വലിയ രീതിയിലുള്ള വ്യൂ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സോ ഞാൻ കണ്ടക്ടറോട് സംസാരിച്ചിട്ട് ഞാൻ ഡ്രൈവർ ക്യാബിനിൽ പോയിരുന്നു. അങ്ങനെ നമ്മൾ നാടുകാണി ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ആനകളെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ കാണുന്നതാണ് ഗൂഡല്ലൂർ ടൗണ്. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഊട്ടി ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഇടത് തിരിഞ്ഞിട്ട് വേണം നമുക്ക് മൈസൂർ, ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താൽ തന്നെ നമുക്ക് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ എൻട്രി പോയിന്റിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ എൻട്രി പോയിന്റിലേക്ക് കവാടത്തിൻ്റെ അടുത്ത് എത്താനായി. ഈ കാണുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് ഉള്ളിലോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. രാവിലെ 6:30 ശേഷമാണ് ഇവർക്കൊക്കെ പോകാനുള്ള പെർമിഷൻ കിട്ടുകയുള്ളൂ. ഈ കാണുന്നതാണ് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ എൻട്രി പോയിന്റ് വരുന്നത്. മോർണിംഗ് സമയത്ത് നമുക്ക് യാതൊരു ചെക്കിങ്ങും ഇല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. എന്നാൽ രാത്രി ആയതുകൊണ്ട്, ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ബസ്സിന് ഉള്ളിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഫോറസ്റ്റ് ആയിട്ടുള്ള മുതുമലൈ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. എന്തിനാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. ഈ ഒരു ഫോറസ്റ്റ് ഗേറ്റ് നമുക്ക് വേണ്ടി മാത്രം തുറന്നു തരുന്നതാണ്. ഇനി അങ്ങോട്ട് നമ്മൾ മാത്രമാണ് ഈ ഒരു ഫോറസ്റ്റിലുണ്ടാവും. അപ്പോൾ എങ്ങനെ, പോയി നോക്കല്ലേ? ഫോറസ്റ്റിലോട്ട് കടന്ന ഉടനെ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റിയൊരു മൃഗമാണ് ഈ കാട്ടുപോത്ത്. പൊതുവേ മാനുകളെയാണ് കൂടുതലായിട്ട് കാണാൻ സാധ്യത ഉള്ളത്. ബട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഈ ഒരു കാട്ടുപോത്തിനെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് സൈഡിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുന്ന കണ്ടത്.
ഇവിടെ നിന്നാണ് ആ വീഡിയോ ഇതേ നോക്കി ഇവനൊക്കെ ഇത്ര അടുത്ത് ഇങ്ങനെ കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ യാത്ര ചെയ്യണം. അവൻ്റെ ആ നൃത്തം നോക്കി എന്നാ ലുക്കാണ് കാണാൻ. ഈ കാണുന്ന വലതുവശത്തെ റൂട്ടിലൂടെ കയറി കഴിഞ്ഞാലാണ് നമ്മളെ മസനഗുഡി വഴി കൽഹട്ടി ചുരം കയറിയാണ്ട് നമുക്ക് ഊട്ടിലേക്ക് എത്താൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതലായിട്ട് മാൻകൂട്ടങ്ങളെയും അതുപോലെ ആനയൊക്കെ മിക്ക സമയത്തും സ്പോട്ട് ചെയ്യാറുണ്ട്. ബട്ട് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു സമയത്ത്. ഇതാ ആ ഭാഗത്തൊരു ആന ഉണ്ട്, ബട്ട് നമുക്ക് വെളിച്ചം കുറവായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. മുതുമലൈ ടൈഗർ റിസർവും ബന്ദിപ്പൂർ ടൈഗർ റിസർവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം മുതുമലൈ ടൈഗർ റിസർവാണ്. അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. രണ്ട് സൈഡും പച്ചപ്പും ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു മുതുമലൈ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഭയങ്കര റിഫ്രഷിംഗ് ആണ് നമ്മളിതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോഡാണ്. ഒരു എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള റോഡുകളാണ്. എവിടെയും പൊട്ടിപ്പൊളിഞ്ഞിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡുകളാണ് ഈ മുതുമലൈ ടൈഗർ റിസർവിൽ വരുന്നത്. മുതുമലൈ ടൈഗർ റിസർവിലേക്ക് എൻ്റർ ചെയ്ത സമയത്ത് നമ്മളുടെ ചെക്ക് പോസ്റ്റിൽ ബസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിരുന്നു. അവിടുന്ന് നമുക്കൊരു ചീട്ട് തരും. ഈ ചീട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുതുമലൈ ടൈഗർ റിസർവ് എക്സിറ്റ് ആകുന്ന സമയത്ത് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഈ ഒരു ചീട്ട് കൊടുക്കണം. ഈ ഒരു ചീട്ടിൽ അവിടുന്ന് ഈ ഒരു ബസ് എൻ്റർ ചെയ്ത സമയം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ മെൻഷൻ ചെയ്ത സമയം തൊട്ട് ഇത്ര മിനിറ്റ് കൊണ്ട് ഈ ഒരു ഫോറസ്റ്റ് കവർ ചെയ്ത് എക്സിറ്റ് ആവണമെന്നുണ്ട്. അതാണ് ഈ ഒരു ചീട്ടിൽ അവർ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇൻ കേസ് ടൈം കുറച്ച് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് ബസ് വന്നിട്ടില്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് എക്സിറ്റ് ആവാൻ പോവുകയാണ്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ്. ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ റേഞ്ച് കഴിഞ്ഞു. അടുത്തത് വരുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ രജിസ്ട്രേഷനും ബസ്സിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്യണം. അതുപോലെ എക്സിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ചീട്ട് കാണിച്ചു കൊടുക്കുകയും വേണം. ഇത്ര സമയത്തിനുള്ളിൽ ഈ ഒരു ഫോറസ്റ്റും കവർ ചെയ്യണം എന്നാണ് നിയമം.
മുതുമലൈ ടൈഗർ റിസർവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഏറ്റവും കൂടുതൽ ആനനെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അത് മോർണിംഗ് സമയത്ത് ഏറ്റവും കൂടുതൽ ആനയെ സ്പോട്ട് ചെയ്തിട്ടുള്ളത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ്. എന്നാൽ ഈ ഒരു യാത്രയിൽ എനിക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളിത് എക്സിറ്റ് ആവാൻ പോവാണ്. ഈ ഒരു ഭാഗത്ത് കുറേ വാഹനങ്ങൾ പിടിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ KSRTC അടക്കം ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബസ്സിൽ നമുക്ക് റിട്ടേൺ പോരാം, സീറ്റ് അവൈലബിൾ ആണെങ്കിൽ. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടില്ല, ഞാൻ മൈസൂർ വരെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ 5:20 ആയപ്പോഴത്തേനും മൈസൂരെത്തി. ഇവിടുന്ന് 5:35 തന്നെ റിട്ടേൺ പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.